ഇന്ദിരാഗാന്ധി ആരുടെ അമ്മയാണ്? പാർട്ടിയുടെ ആണോ, ഇനി രാജീവ് ഗാന്ധിയുടെ ആണോ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ആണോ, അതോ ഭാരതത്തിൻ്റെ ആണോ? ഇതെന്താ പ്രശ്നം? അല്ല, സുരേഷ് ഗോപി ഭാരതത്തിൻ്റെ അമ്മയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നു. പിന്നീട് തിരുത്തു പറയുന്നു കോൺഗ്രസിൻ്റെ അമ്മയാണെന്ന് പറയുന്നു. ആകെ ഞാനും അത് കണ്ടു. സുരേഷ് ഗോപി ഭാരതത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ അമ്മയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. തിരുവനന്തപുരത്ത് വിശദീകരിച്ചത് ആ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതോടെ ആ പ്രശ്നം അങ്ങ് അവസാനിച്ചു. ഈ അദ്ദേഹം ഇപ്പോൾ ഭാരതത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഭാരതത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു സ്ഥാനം ഇല്ല. ഭാരതാംബ എന്നൊരു സങ്കല്പമുണ്ട്. അത് ഭാരതം അമ്മയാണ് എന്നുള്ളത്. പിന്നെ ഭാരതത്തിൻ്റെ അമ്മ അത് വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ഭാരതാംബയുടെ അമ്മയാണല്ലോ. അങ്ങനൊരു സങ്കല്പമില്ല. പറഞ്ഞു വന്നപ്പോൾ ഒരുപക്ഷെ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് സംഭവിച്ചതായിരിക്കാം. അദ്ദേഹം അത് വിശദീകരിച്ചു. ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്, മനസ്സിൽ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം വായിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവാറൊക്കെയുണ്ട്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ആ പ്രസ്താവനയ്ക്കില്ല. എന്തിനാണ് അതിലൊരു ബഹളം എനിക്കറിയില്ല. ഈ സുരേഷ് ഗോപി ഈ വേട്ടയാടുന്ന സമ്പ്രദായം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും തീരുമെന്ന് ഞാൻ വിചാരിച്ചു. തീർന്നിട്ടില്ല. ആ മനുഷ്യൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുക, പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അബദ്ധം ഉടനെ ആത്ത് പിടിച്ച് വലുതാക്കുക. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇൻറ്ററാക്ഷൻ നിർത്തും, എനിക്ക് വേറെ മാർഗ്ഗമില്ല. നിങ്ങളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റോപ്പ് ടോക്കിംഗ് ടു യു, വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് വേറെ വഴിയില്ല. നിങ്ങളോട് സംസാരിച്ചാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അതൊരു മാന്യതയല്ല. അല്ല, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJP ഒരു MP ജയിച്ചു വരുന്നു, മന്ത്രിയാവുന്നു. അപ്പോൾ സ്വാഭാവികമല്ലേ ചാനലുകാരൊക്കെ പുറകെ നടക്കുക എന്നുള്ളത്? അത് പുറകെ നടക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരു പപ്പരാസി സ്റ്റൈലിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുന്നത്. അല്ലാതെ പത്രപ്രവർത്തകരുടെ ഒരു പുറകെ നടപ്പല്ല അത്. പത്രപ്രവർത്തകർക്ക് നടക്കാൻ അവകാശമുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് ചോദ്യം ചോദിക്കാനോ പ്രതികരണം തേടാനോ ഒക്കെയുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ പപ്പരാസി എന്ന് പറയുന്നത് വേറൊരു പ്രവൃത്തിയാണ്. ഈ മനുഷ്യനെ ട്രോളാനുള്ള ഒരു ചാൻസ് കിട്ടാനായിട്ട് മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് കൂട്ടം കൂടി ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതിന് മറുചോദ്യം ചോദിക്കുക, ഉപചോദ്യം ചോദിക്കുക, ഇങ്ങനെ ശ്വാസം മുട്ടിക്കുക. അതൊരു മര്യാദയല്ല. അത് പത്രപ്രവർത്തകരും നിർത്തണം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും മിണ്ടാതെയാവും. ആവശ്യത്തിന് മാത്രം ഔപചാരികമായ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിൽ ചതുരവടിവിൽ മാത്രം സംസാരിച്ചിട്ട് പോകുന്ന ഒരു മന്ത്രിയായിട്ട് പുള്ളി സ്വയം മാറേണ്ടി വരും. അത് മാറുന്നത് പുള്ളിക്കും ഭംഗിയല്ല, പത്രക്കാർക്കും ഭംഗിയല്ല. അല്ല, ഇവിടെയാണ് ഈ ഘട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയൊക്കെ ഫേവർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ TG പറഞ്ഞ പോലെ ഈ ചാനലുകാരെല്ലാം സുരേഷ് ഗോപിയെ പാപ്പരാസിയെ പോലെ പിന്നാലെ നടക്കുന്നു. അതിനർത്ഥം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി റൂട്ട് മാറ്റിപ്പിടിക്കണം, ആലോചിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ സുരേഷ് ഗോപി നിലവിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ടല്ലേ ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം ഈ ചട്ടപ്പടി രാഷ്ട്രീയക്കാരനാവണം. ചട്ടപ്പടി രാഷ്ട്രീയക്കാരനാവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം ഇതൊക്കെ രൂപപ്പെട്ടു പോയ വ്യക്തിത്വങ്ങളാണ്. നിങ്ങൾക്കൊരു 20-22 വയസ്സുള്ള പയ്യനാണെങ്കിൽ നിൻ്റെ ശൈലി ഒന്ന് മാറ്റുമോനെ, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബുദ്ധിമുട്ടി അത് മാറ്റി എന്നൊക്കെ വരും. ഇത് ഇത്രയും പ്രായമൊക്കെ ഒരാളിൻ്റെ ശൈലി എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? അത് പറ്റുകയില്ല. സുരേഷ് ഗോപി ഇപ്പം ഞാൻ ശ്വാസം പിടിച്ചിരിക്കും, നിങ്ങളോട് മിണ്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം മിണ്ടിപ്പോവും. ഇതിന് മുമ്പും പുള്ളി ഇത് ചെയ്തതാണ്. ആ ഷിത ജഗത്തിൻ്റെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൈ തൊഴുതി വിളിച്ചിട്ട് നോ ബോഡി ടച്ചിങ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ നടക്കുന്ന ഇറങ്ങി. ബട്ട് അഗെയിൻ ഹീ കെയിം ബാക്ക് ടു ഹിസ് ഒറിജിനൽ ക്യാരക്ടർ, ഫ്രണ്ട്ലി വിത്ത് എവരിബഡി. അധികം ആലോചിക്കുകയോ പിടിക്കുകയോ ചെയ്യാതെ ഉള്ള പ്രതികരണങ്ങൾ, അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലാതെ ചട്ടപ്പടി ആവരുത്. അതൊരു ശരിയല്ല. അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നതും ആ ഉപദേശം അത്ര സതുദ്ദേശപരമല്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹിം. ഈ ആരെങ്കിലും വരച്ച ഒരു വരയിലൂടെ തന്നെ ഒരു മനുഷ്യൻ നടക്കും. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ അല്ലേ? അദ്ദേഹമായിട്ട് തന്നെ ആ വ്യക്തിത്വം അങ്ങനെ നിലനിൽക്കണം. അതിൽ വേണ്ടാത്ത റീഡിങ്സ് ഒന്നും വേണ്ട. ഇപ്പോൾ ഇന്ദിര ഭാരതമാതാവാണെന്ന് പറഞ്ഞു പോയി എന്ന് തന്നെ വെച്ചോ, അത് അത്ര വലിയൊരു അപരാധമൊന്നും അല്ല. വിച്ച് ഹി ഹാസ് ലേറ്റർ ഓൺ ചേഞ്ച്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ദിസ് വാസ് മൈ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ അതല്ല ഈ വാക്കിൽ തന്നെ പിടിച്ചങ്ങ് നിൽക്കുക എന്ന് പറയുന്നത്
അതൊരു നല്ല കാര്യം. പക്ഷേ ഈ ജൂൺ മാസമാണ്, ഇപ്പോൾ ജൂൺ മാസം 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 49 വർഷം പൂർത്തിയാവുകയാണ്. ഇന്ദിരയെ നമ്മൾ വല്ലാതെ ഓർക്കുന്നൊരു സന്ദർഭമാണ്. അപ്പോഴാണ് ഇന്ദിര ഭാരതത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ അമ്മയാണ് എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ അമ്മ കൂടിയല്ലേ? അല്ല, അടിയന്തരാവസ്ഥയുടെ അമ്മയാണ് അവർ. അടിയന്തരാവസ്ഥയുടെ അമ്മയും അച്ഛനും ഒക്കെ അവരാണ്. ബട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കുക, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി തോറ്റു. അവർ വ്യക്തിപരമായിട്ട് തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തോറ്റു. അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഇത് കഴിഞ്ഞിട്ട് അന്ന് സർസംഘചാലകനായിരുന്ന ബാലാസാഹിബ് ദേവറസ് പറഞ്ഞത്, ഈ വിദ്വേഷം ഇവിടെ വെച്ച് നിർത്തണം. ഇനി കോൺഗ്രസ്സിനോട് വിദ്വേഷം പാടില്ല. നമ്മുടെ സ്വന്തം പല്ല് സ്വന്തം നാക്കിനെ കടിച്ചു എന്നേ വിചാരിക്കാവുള്ളൂ. അതിനപ്പുറത്തേക്ക് വിചാരം കൊണ്ടുപോകരുത്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഓരോ കോൺഗ്രസ്സുകാരനും തല്ലുകൊണ്ട് പാട്ടിയെ പോലെ മൂങ്ങുമായിരുന്നു നാട്ടിൽ. ഇവിടെ മാത്രമല്ല, വടക്കുമല്ല. അത്രയ്ക്കുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഇവർ ചെയ്ത്. ബട്ട് ഒരു കോൺഗ്രസ്സുകാരനെയും തിരിച്ചറിയില്ല. ചില കേസുകൾ കൊടുക്കുകയും അത് കേസിൻ്റെ വഴിക്ക് പോവുകയും ചില പോലീസുകാരൊക്കെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. ബട്ട് മാസ്സായിട്ടൊരു റിട്ടാലിയേഷൻ ഉണ്ടായില്ല. വാസ്തവത്തിൽ അത് ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാകുമെന്ന് എന്നെ പോലുള്ളവർ ആശങ്കപ്പെട്ടിരുന്നു, ഭയപ്പെട്ടിരുന്നു. ചിലപ്പോഴൊക്കെ അത് കൊടുക്കേണ്ടതാണെന്നൊക്കെ തോന്നിയിരുന്നു. ബട്ട് ദേവറസി പറഞ്ഞു, നോ, അത് കഴിഞ്ഞു, ക്ലോസ് ദാറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവറസിയെ നിങ്ങൾ എന്ത് പറയും? ഇന്ദിരാഗാന്ധിക്ക് കീഴടങ്ങി എന്ന് പറയുമോ? ഇല്ല. രാഷ്ട്രം എന്നുള്ളൊരു കൺസെപ്റ്റാണ് RSSൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് അടൽജി വിളിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. പിൽക്കാലത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അടൽജി അത് നിഷേധിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞു എന്ന് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് തടയാത്തത് എന്താ? അടൽജി പറഞ്ഞു, ഞാൻ ആരെയൊക്കെ തടയും, എന്ത് ചെയ്യും ഞാൻ? ഇപ്പോൾ പുപുൽ ജയക്കാർ അവർ ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം എഴുതാൻ നേരത്ത് അടൽജിയെ വന്ന് കണ്ടു. അടൽജിയോട് ഇതേ ചോദ്യം അവർ ചോദിച്ചു, ദുർഗയെന്ന് വിളിക്കാൻ കാര്യം എന്താ? അടൽജി പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല. വിളിച്ചു എന്ന് ഒരുപാട് പേര് പറയുന്നവർ വെച്ച് ഞാൻ വിളിച്ചിട്ടില്ല എന്ന്. ഷോമി, നിങ്ങൾ പാർലമെൻറ്റിൽ വിളിച്ചാണോ? പാർലമെൻറ്റിലാണെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് വായിച്ചാൽ അറിയാം. പുറത്താണെങ്കിൽ അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം ആ സമയത്ത് ഏതെങ്കിലും. ഇതല്ല, നിങ്ങൾ എവിടെയാണ് നിങ്ങളിത് കണ്ടത്? അല്ല, ഇന്നയാൾ പറഞ്ഞു, മിശ്ര പറഞ്ഞു, ചൗധരി പറഞ്ഞു, സെൻഗുപ്ത പറഞ്ഞു. ഈ പറഞ്ഞ ആൾ അടൽ ബിഹാരി വാജ്പേയി സ്വയം പറയുന്നു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മളുടെ ആപ്കി അദാലത്തുണ്ടല്ലോ, രജത് ശർമ്മയുടെ, അതിൽ അടൽജിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അദാലത്തിൽ അടൽജി ഹാജർ. അതിൽ രജത് ശർമ്മ ഇത് ചോദിക്കുന്നു. അടൽജി ക്ലീനായിട്ട് പറയുന്നു, മെനനഹിക്ക. അതിലാണ് അദ്ദേഹം ഈ പുപുൽ ജയക്കാരൻ്റെ പേരൊക്കെ എടുക്കുന്നത്. അവർ വന്നും എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു മെനനഹിക്ക. പക്ഷേ സ്റ്റിൽ എൻ്റെ തന്നെ ഫ്രണ്ട്സ് എന്നോട് ആർഗ്യൂ ചെയ്തു, അത് അന്ന് വായിൽ നിന്ന് വീണുപോയി, ഇന്നിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞതായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അടൽജിയുടെ തലേന്ന് ഇത് മാറ്റാൻ ഒന്നാം തരം RSSകാർ പോലും തയ്യാറല്ല. കിട്ടിയതിരിക്കട്ടെ എന്നാണ് ഇത് വെച്ച് ഈ കാരണവർ ശരിയല്ല എന്ന് പറഞ്ഞു. ഇതുപോലെ സുരേഷ് ഗോപി എങ്ങാനും അബദ്ധവശാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനൽ ബൈറ്റ് ഞാൻ കണ്ടില്ല. ഇനി അതിൽ പറഞ്ഞു എന്ന് തന്നെ വെച്ചോ, ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന്, അതൊരു സ്ലിപ്പ് ഓഫ് ടങ്ങാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വിടണം. സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് കരുണാകരനാണ്, അമ്മ ഇന്ദിരാഗാന്ധിയും. അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് അതുപോലും വസ്തുതാപരമാണോ നിങ്ങളൊന്ന് ആലോചിച്ചു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് കരുണാകരനാണോ? അപ്പോൾ അതിനു മുമ്പുള്ള സി കെ ഗോവിന്ദൻ നായർ KPCC പ്രസിഡൻ്റായിരുന്നു. കരുണാകരനൊക്കെ ശിശുവായിരുന്ന കാലത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടുപോയിരുന്നു. VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഈ CK ഗോവിന്ദൻ നായർ, ഈവൻ നമ്മുടെ PK ശിവമേനോൻ, K മാധവൻ നായർ, എത്രയോ പേരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ്. അത് കഴിഞ്ഞല്ലേ കരുണാകരൻ വന്ന്. കരുണാകരൻ ഇസ് എ ലേറ്റർ പ്രോഡക്റ്റ്. അപ്പോൾ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണെന്ന്. പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണെന്ന് സമർത്ഥിക്കാൻ കാരണം കോൺഗ്രസ് തൊപ്പിയിട്ട് 7 സീറ്റായിട്ട് നിൽക്കുന്ന കാലത്ത് നിയമസഭയിൽ കരുണാകരനാണ് കോൺഗ്രസിൻ്റെ നേതാവ്. കരുണാകരൻ സഹിച്ച അപമാനത്തിന് കയ്യും കണക്കുമില്ല.
കരുണാകരനെ പുച്ഛിക്കാത്ത ആരുമില്ല. അവിടെ നിന്ന് കോൺഗ്രസിനെ തിരിച്ച് ഭരണത്തിൽ കൊണ്ടുവന്നത് കരുണാകരനാണ്. ഈ മുന്നണി ഭരണത്തിൻ്റെ വലിയൊരു എക്സാമ്പിൾ കരുണാകരനാണ്. ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെയുള്ളവന് ഒരു കോട്ടയിൽ SNDPയുടെ പാർട്ടിയുണ്ട്, SRP, NSSൻ്റെ പാർട്ടിയുണ്ട്, NDP, പിന്നെ മുസ്ലിം ലീഗ്. ഇവരെ എല്ലാം കൂടെ ഒരു കൊട്ടയ്ക്കകത്താക്കിയിട്ട് കരുണാകരൻ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര സാമർഥ്യമാണ്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ പിതാവെന്ന് കരുണാകരനെ വിളിച്ചാൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ന്യായം കണ്ടുപിടിക്കാൻ പറ്റും രാഷ്ട്രീയത്തിൽ. സോ ഹീ മെയ്ഡ് എ കമൻറ്റ്, വെൽ ഹീ മെയ്ഡ് എ കമൻറ്റ്, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഈ BJPയിൽ നോക്കൂ, BJPയുടെ പിതാവ് നരേന്ദ്രമോദിയാണ് എന്ന് നാളെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചോ, അതിന് ന്യായമുണ്ട്. കാരണം ഇത്രയധികം BJPയെ സ്പ്രെഡ് ചെയ്ത് ഇത്രയധികം സീറ്റിലേക്ക് കൊണ്ടുവന്ന് ഇത്രയധികം പ്രതാപത്തോടെ കൊണ്ടു നടന്ന വേറൊരാളില്ല ചരിത്രത്തിൽ, BJPയുടെ ജനസംഘത്തിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയാണ് പിതാവ് എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റൊന്നുമില്ല, ഒരു ആലങ്കാരിക പ്രയോഗമാണത്. പിതാവ് എന്ന് പറഞ്ഞാൽ ജന്മം കൊടുത്ത ആൾ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പരിപോഷിപ്പിച്ച ആളെന്ന് കൊടുക്കുക. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. എന്താ, രാഷ്ട്രം ഉണ്ടായത് മഹാത്മാഗാന്ധി ജനിച്ചതിന് ശേഷമാണോ? ഒന്നുമല്ല, ഒരു റെസ്പെക്റ്റഡ് പോസ്റ്റ്, ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഒരാൾ വരുമ്പോഴാണ് ഫാദർ ഓഫ് നേഷൻ, ഫാദർ ഓഫ് ദിസ് തിങ്, ഫാദർ ഓഫ് ദാറ്റ് തിങ് എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് ഹീ വാസ് ഓൾ പെർവൈഡിങ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാദർ എന്ന് വിളിക്കുന്നു, അല്ല അത് ജനറ്റിക് ഫാദർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കരുണാകരൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതിലും ആരും പരിഭവിക്കാനോ വിമർശിക്കാനോ ഒന്നും അതിലില്ല. അല്ല, ഇവിടുത്തെ പ്രശ്നം TG പറഞ്ഞതുപോലെ സുരേഷ് ഗോപി പറയുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്തു പറയുന്നു, അതെങ്ങനെ വിവാദമാക്കാം എന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കുറേ ആളുകൾ ഉള്ളതാണ് അല്ലേ? അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞോളും. ഇതിനൊരു ചാമുണ്ട് തുടക്കത്തിൽ, അത് കഴിയുമ്പോൾ പിന്നെ മടുത്ത് നിർത്തിക്കോളും. പിന്നെ ആൾക്കാർ പറയാം ദിവസവും സുരേഷ് ഗോപി പോടാ എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ ഇത് അവസാനിക്കും. ഏതായാലും മാധ്യമങ്ങൾ ഇങ്ങനെ ഒരാളെ വേട്ടയാടുന്നത്, കുറേ എത്രമാത്രം വേട്ടയാടി അല്ലേ? നിരന്തരം വേട്ടയാടി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൻ്റെ പങ്ക് പോലും ചില മാധ്യമങ്ങൾക്കാണ്. നെഗറ്റീവ് സ്റ്റോറീസ് കൊടുത്ത് വല്ലാതെ ഉപദ്രവിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയൊക്കെ ആ പരാതി കൊടുക്കരുതായിരുന്നു. അതൊന്നൊരു ഞാൻ ഇപ്പോഴും പറയുന്നു, ഷീ വിൽ റിഗ്രറ്റ് വൺ ഡേ, ഷീ വിൽ സിവിയർലി റിഗ്രറ്റ്, ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് എന്ന് മനസ്സിലാക്കും. പക്ഷെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് വൈകിയിരിക്കും. എനിവേ അത് പോട്ടെ. ഏതായാലും സുരേഷ് ഗോപിയെ വെറുതെ വിടൂ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഈ മാധ്യമങ്ങളോട് പറയാം. അവർ വിടാനൊന്നും പോണില്ല. അവർ ഈ അനുഭവം വന്നാലേ വിടുള്ളൂ. നാട്ടുകാർ ഇത് ഇനി മേലാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് നിൻ്റെ മുട്ടുകല് തല്ലി ഓടിക്കണം ഓട എന്ന് പറയുന്നിടം വരെ അവരിത് കൊണ്ടുപോകും. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചല്ലോ. ഇവർ വല്ലാതെ കയറി സുരേഷ് ഗോപിയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ സിമ്പതി സുരേഷ് ഗോപിയുടെ നിറക്കായി. എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അതാ കാണിച്ചു തരാം. അതിന് മാത്രം വലിയ കുഴപ്പമൊന്നും അയാൾ കാണിച്ചിട്ടില്ല. നീ എന്താ ഇത്ര വലിയ മുഴിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജനം പോയിട്ട് ഇറോന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് വോട്ട് ചെയ്തു. ഇവർ കുഴപ്പത്തിലായി. അപ്പോൾ അങ്ങനെ എന്തിനും ഒരു കണ്ടമാനം ഓവർപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വഷളാകും. അത് മാധ്യമങ്ങളും മനസ്സിലാക്കുന്നു. അവർ സൂക്ഷിക്കില്ല. അവർ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്ത ഒരു ചരിത്രമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയോട് ചെയ്യും. എങ്കിൽ പിന്നെ അനുഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.